വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് ശീലിച്ച പഴയ ഇന്ത്യയല്ല ഇന്നുള്ളത്. ഗൾഫ് മേഖലയുടെ സുരക്ഷാ വാസ്തുവിദ്യയെ തന്നെ തിരുത്തി എഴുതുന്ന അതിശക്തനായ ഒരു ആയുധ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനമായ മാക് 3 വേഗതയുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും അത്യാധുനിക ആകാശ് തീർ എയർ ഡിഫൻസ് സിസ്റ്റവും UAE-ക്ക് വിൽക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ തങ്ങളുടെ ആകാശത്തിന് കാവലായി അറബ് രാജ്യങ്ങൾ അമേരിക്കയെ മാറ്റി നിർത്തി ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നത് പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് UAE പെട്ടെന്ന് അമേരിക്കയും യൂറോപ്പിനെയും മാറ്റി നിർത്തി ഇന്ത്യയെ കൂട്ടുപിടിക്കുന്നത്? പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ മിസൈൽ ഭീഷണികൾ വർദ്ധിക്കുമ്പോൾ കേവലം US ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അബുദാബിക്ക് അറിയാം. ഇന്ത്യയുടെ ബ്രഹ്മോസ് നൽകുന്ന അതിവേഗ പ്രഹരശേഷിയും പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആകാശ് തീർ നൽകുന്ന ഓട്ടോമേറ്റഡ് പ്രതിരോധവും UAE-ക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു കച്ചവടമല്ല, മറിച്ച് പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പേർഷ്യൻ ഗൾഫിലെയും അതിശക്തനായ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി ഇന്ത്യ മാറുകയാണ്. ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് വിൽക്കാൻ റഷ്യയുടെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഇന്ത്യ, റഷ്യ, UAE എന്നീ രാജ്യങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ത്രിരാഷ്ട്ര സഖ്യം കാരണം മോസ്കോ ഈ ഇടപാടിന് പച്ചക്കൊടി കാണിക്കുമെന്ന് ഉറപ്പാണ്. മറുവശത്ത് ഇന്ത്യൻ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ആകാശ് തീർ എയർ ഡിഫൻസ് സിസ്റ്റം UAE വാങ്ങുന്നത് ആഗോള ആയുധ ഭീമന്മാരുടെ കുത്തക തകർക്കുന്നതിന് തുല്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വന്തം സുരക്ഷയ്ക്കായി ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച വൻ കുതിച്ചുചാട്ടത്തിന്റെ തെളിവാണ്. ഗൾഫിൽ ഇന്ത്യൻ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിന്യസിക്കുന്നത് മേഖലയിലെ ശത്രുക്കൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. ഇതിനൊപ്പം മറ്റൊരു വലിയ തന്ത്രം കൂടിയുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ IMEC പോലെയുള്ള വൻകിട സാമ്പത്തിക ഇടനാഴികൾക്ക് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാൻ ഈ നീക്കം സഹായിക്കും. നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ തന്നെ സൈനിക സാങ്കേതിക വിദ്യ ഗൾഫിൽ കാവൽ നിൽക്കുന്ന കാഴ്ചയാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ മുൻപിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തെ വൻ ശക്തികൾക്ക് കാവലൊരുക്കുന്ന ആഗോള സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ക്യാമറ.